UDF ചടയമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIയിൽ നിന്നും RSPയിലേക്ക് വന്ന സഖാവ് മുസ്തഫയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ടുള്ള സ്വീകരണ യോഗം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RSP കാരണവരും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും UTUC അഖിലേന്ത്യാ പ്രസിഡന്റുമായ AA അസീസ് ex-MLA, KS വേണുഗോപാൽ, അഡ്വക്കേറ്റ് നസ്കർ, VO സാജൻ, നാസർ ഖാൻ, മഞ്ഞപ്പാറ സലീം തുടങ്ങിയ UDF നേതാക്കന്മാർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ യോഗത്തിൽ മുസ്ലിം ലീഗ് നേതാവ് നജീം കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തുന്നു. ജാതീയമായി രണ്ടായി മുറിക്കപ്പെട്ടാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് അധികാരത്തിൽ തുടരണം എന്നതാണ് CPMന്റെ താല്പര്യം. അതുകൊണ്ടാണ് CPM വർഗീയത ഇന്ധനമാക്കി ഏറ്റവും വലിയ വിഭജനത്തിന്റെ രാഷ്ട്രീയം നടത്തുകയാണ്. ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ, വർഗീയ വിഭാഗീയത ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു കലാപം ഉണ്ടായാലും കുഴപ്പമില്ല, വോട്ട് വേണമെന്നാണ് പിണറായി വിജയന്റെ ആജ്ഞാപനം. ഞങ്ങൾ 1000 വട്ടം പറയും, കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ മനസ്സ് വർഗീയതക്കെതിരാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെയാണ് തൂത്തുവാരിയത്? ആരാണ് നമുക്ക് വോട്ട് ചെയ്തത്? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അത് CPMനകത്ത് ഒരു സ്ലീപ്പിംഗ് സെല്ലുണ്ട്. ആ സെല്ല് ആ പാർട്ടിയെ തിരുത്താൻ തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞത്. അത് ആവർത്തിക്കും. ഇപ്പൊ കുടുംബവാഴ്ചയല്ലാതെ CPMനകത്ത് എന്താ നടക്കുന്നത്? ഞങ്ങൾ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ പറയുന്നു, ആരുടെ കയ്യിലാണ് അധികാരം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന് നേരെ എന്ത് ഇന്നോവയാണ് ഇനി പാഞ്ഞു വരിക എന്നാണ് അവർ ചോദിച്ചത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന് നേരെ ഏത് ഇന്നോവയാണ് പാഞ്ഞു വരിക എന്ന് അവർ ചോദിച്ചിട്ട് അവർ പറഞ്ഞു, PP ചന്ദ്രശേഖരന്റെ ചോര പിണറായിയുടെ കുടിമാടം വരെ വേട്ടയാടുക തന്നെ ചെയ്യുമെന്ന്. 51 വെട്ടുകൾ കൊണ്ട് വെട്ടി തീർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചെങ്കൊടി പിടിച്ച ധീരനായ ഒരു സഖാവിന്റെ മുഖമാണ്. ആ മുഖം പോലും ഒരു അമ്മയ്ക്ക് പോലും, ഒരു ഭാര്യയ്ക്ക് പോലും, ഒരു കുഞ്ഞിന് പോലും കാണാൻ വെച്ചു കൊടുക്കാതെ വെട്ടിപ്പൊളിച്ചു കളഞ്ഞു. ഈ CPM എന്ത് മാനവികതയാണ് സംസാരിക്കുന്നത്? കുഞ്ഞികൃഷ്ണന്റെ തലയെടുക്കുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ പരോള് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രതികളും ജയിലിന് പുറത്താണ്. ഞാൻ പറയുന്നു, ശ്രീ തിരുവഞ്ചൂർ, TP വധക്കേസിന്റെ ഏറ്റവും നല്ല അന്വേഷണം, കേരളം കണ്ട ഏറ്റവും മനോഹരമായ കുറ്റാന്വേഷണത്തിന് നേതൃത്വം നൽകിയ ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്. അഭിമാനമുണ്ട്. സ്ട്രേറ്റ് ഫോർവേഡ്, ചടയമംഗലം, കൊല്ലം.